നമസ്കാരം. ഇൻഫൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ആധാർ കാർഡുള്ള മുഴുവൻ ആളുകളും വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലെ പണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഗവൺമെൻറ് സേവനങ്ങൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡ് ഇപ്പോൾ ഇൻവാലിഡ് ആണെന്ന് കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയങ്ങളിൽ അത് ഒരു ആധികാരിക രേഖയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും പല രേഖകൾ വെച്ചായിരുന്നു ആധാർ കാർഡ് എടുത്തിരുന്നത്. അന്ന് പല ആളുകളും പ്രധാനമായും ആധാർ കാർഡ് എടുത്തിരുന്നത് നമ്മുടെ കൈവശമുള്ള പഴയ രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്ത വോട്ടർ ID കാർഡ് വെച്ചായിരുന്നു. നമുക്കറിയാം, പഴയ ലാമിനേഷൻ ഐഡിയിൽ നമ്മുടെ സർനെയിമോ അതല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ വയസ്സോ ഒന്നും കാര്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും ആധാർ കാർഡിൽ പല രൂപത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ തെറ്റുകളെല്ലാം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരുത്താൻ ശ്രദ്ധിക്കുക. പിന്നീട് അങ്ങോട്ട് വരുന്ന ഓരോ സമയത്തും നമുക്ക് ഇത് തെറ്റുകൾ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടുകളാണ്. ഓരോ പ്രാവശ്യവും സർക്കാർ ഒരു അവസാന തീയതി നൽകും. പിന്നീട് വരുന്ന സമയത്ത് തെറ്റുകൾ തിരുത്താൻ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുകയും കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് പതിവ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ. നമ്മുടെ ബാങ്കിലുള്ള പണമിടപാട് നടത്താൻ വരെ ഈ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. സർക്കാരിൻ്റെ പല വെബ്സൈറ്റുകളിലും ഇപ്പോൾ നമ്മൾ ഒരു അപേക്ഷ നൽകുകയോ അല്ലെങ്കിൽ ഒരു അറിയിപ്പുകൾ നൽകുകയോ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP ആയി വരികയാണ്. ആ OTP നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൈവശമുള്ള ബാങ്കിലെ പണമിടപാട് നടത്താൻ വരെ ഈ OTP നമുക്ക് സഹായകരമാവും. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ചെയ്യാത്ത ആളുകൾ എന്ന് ലിങ്ക് ചെയ്യുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം, നമ്മൾ സിം എടുക്കുകയും ആ സിം നമ്മൾ 6 മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ റീചാർജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിം മറ്റൊരാൾക്ക് ലഭിക്കുകയും പിന്നീട് നമ്മുടെ എല്ലാ ഇടപാടുകൾക്കും OTP അവരുടെ ഫോണിലേക്കായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ പിന്നീട് അത് വെച്ച് അവർക്ക് പണമിടപാട് നടത്താൻ വരെ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മെയിൽ ID കൂടി അതിലേക്ക് ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ ആധാറുമായി ആരെങ്കിലും OTP അതല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ആധാർ ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മെയിൽ ഐഡിയിലേക്ക് വരും. പ്രത്യേകിച്ച് പ്രവാസികളെ ആളുകൾക്കെല്ലാം ഇത് വളരെ ഉപകാരപ്രദമാണ്. നമുക്കറിയാം, മെയിൽ ID നമ്മുടെ എല്ലാ ഫോണിലും ഏത് സമയത്തും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. റേഞ്ചിൻ്റെയോ മറ്റോ പ്രശ്നമില്ലാത്ത നമുക്ക് അറിയാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ചെറിയ കുട്ടികളുടെ ആധാർ കാർഡ്. നമുക്കറിയാം, എത്ര വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ആധാർ കാർഡ് എടുക്കാം. ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് എടുത്ത ആധാർ കാർഡ് നിങ്ങൾ 5 വയസ്സാകുന്ന സമയത്തൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് അത് ഇൻവാലിഡ് ആധാർ കാർഡ് വിഭാഗത്തിലേക്കായിരിക്കും അത് പോകുക. പല ആളുകളും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കും നോക്കുന്ന സമയത്തായിരിക്കും ആധാർ കാർഡ് ഇൻവാലിഡ് ആയിട്ട് കാണിക്കുക. 4 വയസ്സിനും 3 വയസ്സിനും എടുത്ത ആധാർ കാർഡ് 5 വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് കുട്ടിക്ക് 15 വയസ്സായി കഴിഞ്ഞാൽ അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറ്റും നമുക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ 10 വർഷത്തോളമായി ആധാർ കാർഡ് എടുത്തതിന് ശേഷം കാര്യമായ ഒരു അപ്ഡേഷൻ നടത്താത്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, വീട്ടിലെ സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡ് എടുത്തതിന് ശേഷം പിന്നീട് യാതൊരു അപ്ഡേറ്റും ചെയ്യാത്ത ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പല സമയത്തും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾ അത് സഹിക്കുന്നുമുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ